ഹായ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഫസ്റ്റ് സെമസ്റ്റർ BA-കാരുടെ AC2 മലയാളത്തിലെ ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മലയാള സാഹിത്യ ആസ്വാദനം എന്നാണ് BA-കാരുടെ AC2-ൻ്റെ പേര്. അതിൻ്റെ അകത്ത് രണ്ടാമത്തെ മൊഡ്യൂളിൽ കഥാസാഹിത്യമാണ് കൊടുത്തിരിക്കുന്നത്. ഈ കഥാസാഹിത്യത്തിൽ മിണ്ടാപ്പെണ്ണ് എന്ന ഉറൂബിൻ്റെ ഒരു കഥയുണ്ട്. അതിൻ്റെ ഒരു സംഗ്രഹം, അതിനകത്തുള്ള കഥാപാത്രങ്ങൾ ആരാണ്, പിന്നെ കഥ എന്താണ് എന്ന് സാമാന്യമായിട്ടും നമ്മൾക്കൊന്ന് കേട്ട് നോക്കാം. ആ മിണ്ടാപ്പെണ്ണിലെ കഥ എന്താണ് എന്ന് കേട്ട് നോക്കിയാലോ? ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മിണ്ടാപ്പെണ്ണ് എന്നുള്ള കഥ എഴുതിയ ഉറൂബിൻ്റെ യഥാർത്ഥ നാമം PC കുട്ടിക്കൃഷ്ണൻ എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ചൊന്ന് നോക്കാം. 1915 ജൂൺ 8 പൊന്നാനിക്ക് സമീപമുള്ള പള്ളിപ്പുറം ഗ്രാമത്തിലെ പരുത്തുള്ളി ചാലപ്പുറത്ത് വീട്ടിൽ ജനിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പ്രത്യേക ലക്ഷ്യമില്ലാതെ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും അലഞ്ഞു നടന്നു. 1950 മുതൽ 1975 വരെ കോഴിക്കോട് ആകാശവാണിയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായും പ്രൊഡ്യൂസറായും പത്രപ്രവർത്തകനായും പ്രവർത്തിച്ചു. സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. നോവൽ, കഥ, കവിത, നാടകം, ബാലസാഹിത്യം, ലേഖനം എന്നീ വിഭാഗങ്ങളിൽ 40ഓളം കൃതികൾ. ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള ചിത്രമായ നീലക്കുയിലിൻ്റെ കഥാസംഭാഷണ രചയിതാവും ഇദ്ദേഹം തന്നെയാണ്. 1979 ജൂലൈ 10 ഇദ്ദേഹം അന്തരിക്കുന്നത്. ഇനി നമുക്ക് മിണ്ടാപ്പെണ്ണിലേക്ക് വരാം. മലയാള നോവൽ സാഹിത്യത്തിലെ ഗദ്യ കാൽപ്പനികതയുടെ പ്രാരംഭഘട്ടം തുടങ്ങുന്നത് തന്നെ ഉറൂബിലാണ്. അതേപോലെ SK പൊറ്റക്കാട് തുടങ്ങിയവരിലൂടെയാണ് ആരംഭിക്കുന്നത്. സാമൂഹ്യ ജീവിത പ്രതിസന്ധികളിൽ നിന്ന് വൈയക്തിക അനുഭവങ്ങളിലേക്കും മനുഷ്യൻ്റെ മാനസിക വ്യാപാരങ്ങളിലേക്കും നോവലാഖ്യാനം പരിണമിക്കുന്നത് ഇവിടെയാണ്. ഉറൂബിൻ്റെ ഉമ്മാച്ചു എന്ന നോവൽ വായിക്കേണ്ടത് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ്. ഉത്തര കേരളത്തിലെ സ്ത്രീ ജീവിതത്തെയും സ്ത്രീ മനസ്സിനെയും ആഴത്തിൽ വ്യാഖ്യാനം ചെയ്യാൻ ശ്രമിച്ച എഴുത്തുകാരനാണ് ഉറൂബ്. ഉറൂബിൻ്റെ മിണ്ടാപ്പെണ്ണ് എന്ന നോവൽ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം വായിക്കേണ്ടത്. അതായത് സ്ത്രീകൾക്ക് കൂടുതലും പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു തരത്തിലുള്ള എഴുത്താണ് ഉറൂബിൻ്റേതുള്ളത്. ഉമ്മാച്ചു പോലെ തന്നെ ഒരു കഥയാണ് നമ്മുടെ മിണ്ടാപ്പെണ്ണ്. അപ്പം ആ രീതിയിൽ തന്നെ, ആ കൺസെപ്റ്റോടു കൂടി തന്നെ നമ്മൾ ഈ ഒരു മിണ്ടാപ്പെണ്ണ് എന്നുള്ള കഥയും വായിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഒരിക്കൽ വളരെ പ്രതാപത്തിൽ കഴിയുകയും പിന്നീട് തകർന്നടിഞ്ഞു പോവുകയും ചെയ്ത ഒരു തറവാട്ടിലെ അംഗമാണ് ഈ നോവലിലെ കഥാപാത്രമായ കുഞ്ഞിലക്ഷ്മി. ദാരിദ്ര്യത്തിൻ്റെ വൈഷമ്യങ്ങൾ അറിഞ്ഞു വളർന്ന അവളുടെ അച്ഛൻ കിട്ടുണ്ണി നായർ തൻ്റെ പോയ പ്രതാപകാലത്തിൻ്റെ സ്മരണയിൽ അഭിരമിച്ച് ജീവിക്കുകയാണ്. കുഞ്ഞിലക്ഷ്മിയുമായി അയാൾ തനിക്ക് വിശേഷിച്ച അവകാശമൊന്നുമില്ലാത്ത തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. കിട്ടുണ്ണി നായരുടെ സഹോദരീ ഭർത്താവായ കുഞ്ഞിക്കേളു മേനോനാണ് ആ വീടിൻ്റെ സർവാധികാരി. മരത്തടി കച്ചവടക്കാരനായ അയാൾ ധനവാനും മനസ്സലിവ് ലവലേശമില്ലാത്തയാളുമായിരുന്നു. കിട്ടുണ്ണി നായർക്കും മകൾക്കും അടിമകളെ പോലെ അവിടെ കഴിയേണ്ടി വരുന്നു. മകളുടെ ഭാവി ഒന്നുകൊണ്ട് മാത്രം അയാൾ തൻ്റെ കഷ്ടതകൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുകയായിരുന്നു. കുഞ്ഞിലക്ഷ്മിയാകട്ടെ അവളുടെ വേദന സഹിച്ച് പുറമേ പുഞ്ചിരിയോടെ ജീവിക്കുകയാണ്. കുഞ്ഞിക്കേളു മേനോൻ്റെ മകനാണ് ചന്ദ്രൻ. കുഞ്ഞിലക്ഷ്മി ചന്ദ്രനിൽ അനുരക്തനായിരുന്നു. എന്നാൽ കുഞ്ഞിക്കേളു മേനോൻ്റെ അധികാരവും ധനവും അവളെ നിശബ്ദയാക്കി. വലിയ സ്വപ്നങ്ങളും മോഹങ്ങളും കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസം നേടി ചന്ദ്രൻ തിരിച്ചെത്തിയത്. എന്നാൽ അയാളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അയാളുടെ അച്ഛൻ്റെ ആജ്ഞകൾക്ക് മുകളിൽ ആയിരുന്നില്ല. തൻ്റെ തൊഴിലിടത്ത് നിന്ന് ചന്ദ്രൻ കമലം എന്നൊരു പെൺകുട്ടിയിൽ അനുരക്തനാവുന്നു. ഇതിനിടയിൽ കേളുമേനോൻ തൻ്റെ മകന് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ചന്ദ്രൻ കമലത്തെ വിവാഹം കഴിക്കുകയും
അവർ തമ്മിൽ വിവാഹാനന്തരം അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ചന്ദ്രനെയും കുഞ്ഞിക്കേളു മേനോനെയും ചന്ദ്രനെയും കമലത്തെയും ഒക്കെ തമ്മിൽ ഇണക്കേണ്ട ചുമതല ഇതിനിടയിൽ കുഞ്ഞുലക്ഷ്മിയിലെത്തുന്നുണ്ട്. നിശബ്ദമായ ഒരു സ്ത്രീ ജീവിതമാണ് കുഞ്ഞുലക്ഷ്മിയുടേത്. ഒരു ഗ്രാമീണ പെൺകുട്ടിയിൽ കാലം ചാർത്തിയ എല്ലാ സുന്ദരാംശങ്ങളും അവളിലുണ്ട്. ഒരു പാവമാണ്. നടക്കുമ്പോൾ ചവിട്ടടിയിലെ ഉറുമ്പ് ചാവില്ല. അവൾ തന്നെ സ്വപ്നമാണ്. അവളൊരു തുളസിപ്പൂവാണ്. ഇങ്ങനെ ഉറൂബ് എഴുതുന്നു. അലൗകികതയുടെ ചിറകടി ശബ്ദം കേൾക്കുന്ന ഒരു കൊച്ചുമലയിൽ നിന്ന് പുറപ്പെട്ട് ഇരുപാർശ്വങ്ങളും നനച്ചുകൊണ്ട് തിരയും ചുഴിയും കൂടാതെ ഒഴുകുന്ന ഒരു കൊച്ചരുവിയായിരുന്നു അവൾ. ഇങ്ങനെയാണ് ഉറൂബ് അവളെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. വർത്തമാനകാലത്ത് നിന്ന് നോക്കുമ്പോൾ കുഞ്ഞുലക്ഷ്മി ഒരുപക്ഷെ പരാജയമാണെന്ന് തോന്നാം. എന്നാൽ കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിലെ സ്ത്രീ ജീവിതം അനുഭവിച്ചു തീർത്ത യാതനകളും ദുരിതങ്ങളും കുഞ്ഞുലക്ഷ്മി എന്ന കഥാപാത്രത്തിലുണ്ട്. കേരളത്തിലെ മുൻകാല സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുമാണ് മിണ്ടാപ്പെണ്ണ് എന്ന കൃതി വായിക്കേണ്ടത്. ഇപ്പോഴുള്ള സ്ത്രീകളല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന യാതൊരു തരത്തിലുമുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഒന്നും ഇല്ലാതിരുന്ന പുരുഷ ആധിപത്യത്തിന് കീഴിലായിരുന്ന ഒരു സമൂഹത്തിലുണ്ടായിരുന്ന സ്ത്രീ, ആ ഒരു കാലഘട്ടത്തിൽ അവൾ അനുഭവിച്ച ദുഃഖങ്ങൾ, ആ ഒരു കാലത്ത് ജീവിച്ചിരുന്ന മിണ്ടാപ്പെണ്ണാണ്, മിണ്ടാൻ പറ്റാത്തൊരു കുട്ടിയായിട്ടാണ് ഇവിടെ കുഞ്ഞുലക്ഷ്മിയെ കാണിച്ചിരിക്കുന്നത്. ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചാഘട്ടമാണിത്. കുഞ്ഞിക്കേളു മേനോൻ, കിട്ടുണ്ണി നായർ എന്നീ കഥാപാത്രങ്ങൾ ആ വ്യവസ്ഥയിലെ പുരുഷ മാതൃകകളാണ്. കുഞ്ഞിലക്ഷ്മിയും കേളുമേനോൻ്റെ ഭാര്യ ദാക്ഷായണിയും നിശബ്ദരായ സ്ത്രീജീവിതങ്ങൾ മാത്രം. മിണ്ടാപ്പെണ്ണ് എന്ന ശീർഷകം തന്നെ ശ്രദ്ധേയമാണ്. ആരോടും പരിഭവമില്ലാതെ, പരാതികളില്ലാതെ ജീവിക്കുന്ന ഒരു പെണ്ണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പരിണാമഘട്ടവും അത് കേരളത്തിലുണ്ടാക്കിയ സാമൂഹിക മാറ്റങ്ങളും ഈ നോവലിൻ്റെ ചരിത്ര പശ്ചാത്തലമാണ്. ഇതിൽ മാത്രമല്ല, മറ്റ് കൃതികളിലും, ഉറൂബിൻ്റെ മറ്റ് കൃതികളിലും രണ്ടാം ലോക മഹായുദ്ധവും അങ്ങനെ സാമൂഹികപരമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. കഥകളിൽ മാത്രമേ, നോവലിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ തന്നെ ഉള്ളത്. കാർഷിക സമ്പദ്ഘടനയിൽ നിന്ന് വ്യവസായ മേഖലയിലേക്ക് മലയാളി ജീവിതം പരിണമിക്കുകയും അത് അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ നമുക്ക് ദൃശ്യമാണ് ഈ ഒരു മിണ്ടാപ്പെണ്ണ് എന്നുള്ള കഥയിൽ. ഇങ്ങനെയുള്ള ചെറിയ ഒരു കാര്യം മാത്രമാണ് ഈ ഒരു കഥയിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത്, തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നിറവേറാൻ കഴിയാതെ ഒരു നിയന്ത്രണത്തിന്, ഒരു വലയത്തിൻ്റെ ഉള്ളിലായി കഴിയുന്ന ഒരു സ്ത്രീ, അവൾക്ക് പുറത്തേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാനോ ഒന്നും കഴിയുന്നില്ല. അവളുടെ മീത്ത് എന്തൊക്കെ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ അതെല്ലാം അവൾ ചെയ്യുക മാത്രം. തിരിച്ചു മറുപടി പറയാൻ കഴിയുന്നില്ല. എല്ലാം നിരാശയാണ് ഇതിൽ കാണുന്നത്. അതായത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മളോട് ഏതെങ്കിലും എടാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോടാന്ന് പറയാനുള്ള നമ്മൾക്ക് ഒരു ധൈര്യം നമ്മൾക്കുണ്ട്. പക്ഷേ ആദ്യകാലത്ത് എന്തു പറഞ്ഞാലും അത് അനുസരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്ത് നിന്ന് നമ്മൾ നോക്കിക്കാണണം ഈ കുഞ്ഞുലക്ഷ്മിയെ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.